തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ തിരുവരുളിലെ അടുത്ത 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, അരുൾ കണ്ണില്ലാത്തവൻ അരുംപൊരുൾ തോന്നുകില്ല. അരുൾ കണ്ണെഴുന്നവർക്ക് ശിവനെയും കണ്ടുപോരാം. ഇരുൾ കണ്ണെഴുന്നവർക്ക് ആ ഭാനുവും ദൃശ്യമല്ല. പൊരുൾ കണ്ണെഴുന്നവർക്ക് ഒരേ വെളിയങ്ങ് ആവും. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് ഉൾക്കണ്ണ് തുറക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഉൾക്കണ്ണ്, അതായത് ശിവന് 3-ാം കണ്ണുള്ളതുപോലെ എല്ലാ മനുഷ്യർക്കും 3-ാമതൊരു കണ്ണുണ്ട്. അതിനെ ഉൾക്കണ്ണ്, ജ്ഞാനക്കണ്ണ്, മുക്കണ്ണ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് തുറന്നു കിട്ടിയാൽ മാത്രമേ ഒരു ശിവസാധകന് ശിവനെ കാണാൻ കഴിയുള്ളൂ. സാധാരണ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ശിവനെ കാണാൻ കഴിയില്ല. അതിന് ഉൾക്കണ്ണ് തുറക്കണം, ബോധം തെളിയണം. ബോധം തെളിയുമ്പോൾ ശിവബോധത്തിൽ നമുക്ക് ലയിച്ചു ചേരാൻ കഴിയും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ, അരുൾ കണ്ണില്ലാത്തവൻ അരുംപൊരുൾ തോന്നുകില്ല. അരുൾ കണ്ണ് ഉണ്ടാകണം. അരുള് ശിവൻ്റെ അനുഗ്രഹം. അപ്പോൾ ഈ 3-ാം കണ്ണ് തുറക്കുന്നത് എപ്പോഴാണ്? ശിവൻ്റെ അരുളാകുന്ന കണ്ണ് നമ്മിൽ പതിക്കുമ്പോഴാണ്. അതായത് ശിവാനുഗ്രഹം ആർക്കാണോ ലഭിക്കുന്നത് അവരുടെ ഉൾക്കണ്ണ് തുറന്നു കിട്ടും, 3-ാം കണ്ണ് തുറന്നു കിട്ടും. അപ്പോൾ എല്ലാ പൊരുളും വ്യക്തമാകും. അപ്പോൾ 3-ാം കണ്ണ് തുറക്കാതിരിക്കുന്നത് കൊണ്ടാണ് നാം ആ ആത്മീയ സത്യത്തെ കാണാതിരിക്കുന്നത്. ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകുമ്പോൾ, അതിൽ ലയിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കണ്ണ് അടഞ്ഞിരിക്കും. കണ്ണിൻ്റെ കണ്ണായ കണ്ണ് എന്ന് ഉപനിഷത്തുകൾ പറയുന്ന കണ്ണ്, അതാണ് ഈ ഉൾക്കണ്ണ്, ജ്ഞാനമാകുന്ന അഗ്നിക്കണ്ണ്. നമുക്കതിനെ അഗ്നിക്കണ്ണ്, അഗ്നിനേത്രം എന്ന് വിളിക്കാം. ഈ അഗ്നിനേത്രം തുറന്നാൽ മാത്രമേ നമുക്ക് സാക്ഷാൽ ശിവനെ കാണാൻ കഴിയുള്ളൂ. അതുവരെ നാം അന്ധകാരത്തിൽപ്പെട്ട് കഴിയുകയായിരിക്കും. ജ്ഞാന വെളിച്ചം നമ്മിൽ തെളിയുമ്പോൾ, ജ്ഞാനത്തിൻ്റെ അഗ്നി നമ്മിൽ തെളിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആത്മീയ തലത്തിൽ വിരാജിക്കുന്ന ബോധസത്വത്തെ നമുക്ക് കണ്ടറിയാൻ കഴിയൂ. അതുവരെ നമ്മൾ ഇരുട്ടിലായിരിക്കും. അരുൾ കണ്ണെഴുന്നവർക്ക് ശിവനെയും കണ്ടുപോരാം. അരുൾ കണ്ണ്, ആ ജ്ഞാന അഗ്നി നിറഞ്ഞ കണ്ണ്, ബോധസ്വരൂപമായ കണ്ണ്, അഗ്നിനേത്രം. ആ അഗ്നിനേത്രം ആർക്കാണോ തുറക്കുന്നത് അവർക്ക് ശിവനെ കാണാൻ കഴിയും. അപ്പോൾ ഉള്ളിലെ കണ്ണ്, ബോധത്തിൻ്റെ കണ്ണ് തുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ശിവനെ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ കണ്ണിപ്പോൾ എങ്ങനെയാണ്? ഇരുൾ കണ്ണെഴുന്നവർക്ക് ഭാനുവും ദൃശ്യമല്ല. നമ്മുടെ കണ്ണുകളിൽ ഇപ്പോൾ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. സുഖഭോഗങ്ങളെ, ലൗകിക ആസക്തിയുടെ ആ ഇരുട്ടിൽപ്പെട്ടാണ് നമ്മുടെ കണ്ണ് കഴിയുന്നത്. അതായത് നാം ഇരുട്ടിൽപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതിന് കാരണം ഈ സുഖഭോഗങ്ങളുടെയും അതേപോലെ ഭൗതികമായ ആസക്തിയുടെയും തലത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല. അതേവരെ നാം ഇരുട്ടാകുന്ന, അന്ധകാരമാകുന്ന ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിപ്പോൾ തുറന്നിട്ടുണ്ടെങ്കിലും നാം സൂര്യനെ കാണുന്നില്ല. അതാണ് പ്രത്യേകത. നമുക്ക് സൂര്യൻ്റെ വെളിച്ചം അനുഭവപ്പെടാൻ കഴിയുന്നില്ല. കാരണം സൂര്യ വെളിച്ചം കാണണമെങ്കിൽ സൂര്യനേത്രം വേണം, അഗ്നിനേത്രം വേണം.
ആ അഗ്നിനേത്രം ജ്ഞാനാഗ്നി തുറന്നു കിട്ടിയാൽ മാത്രമേ, ആ ജ്ഞാനാഗ്നി പ്രകാശിച്ചാൽ മാത്രമേ നമുക്ക് സൂര്യവെളിച്ചം, ആത്മസൂര്യൻ്റെ ആ പ്രകാശത്തിൽ മുങ്ങി ജീവിക്കാൻ കഴിയുള്ളൂ. അതേവരെ നാം ഇരുട്ടിലാണ്. ഇരുൾ കണ്ണാണ് ഇപ്പോൾ നമ്മുടെ തുറന്നിട്ടുള്ളത്. ഇരുൾ കണ്ണുകൊണ്ട് ഒരിക്കലും സൂര്യനെ അല്ലെങ്കിൽ ശിവ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയില്ല. പൊരുൾ കണ്ണെഴുന്നവർക്ക് ഒരേ വെളിയംഗത്വം ആവും. എന്നാൽ പൊരുളാകുന്ന കണ്ണ്, ജ്ഞാനമാകുന്ന അഗ്നി, ബോധമാകുന്ന അഗ്നി കണ്ണ് തുറന്നാൽ, ആ മൂന്നാം കണ്ണ് തുറന്നു കിട്ടിയാൽ നമുക്ക് എവിടെയും എന്ത് കാണാൻ പറ്റും? ഈശ്വര വെളിയായി, ചിദാകാശ വെളിയായി നമുക്ക് ദർശിക്കാൻ കഴിയും. എവിടെ കാണുന്നതും ശിവലോകമാണ് എന്ന അനുഭവം നമുക്ക് അനുഭവപ്പെട്ട് കിട്ടും. അപ്പോൾ ഈ മൂന്നാം കണ്ണാകുന്ന പൊരുൾ കണ്ണ്, അതിന് തിരുമൂലദേവൻ വിളിക്കുന്ന പേര് പൊരുൾ കണ്ണ് എന്നാണ്. ആ പൊരുളാകുന്ന കണ്ണ് തുറന്നു കിട്ടണം. ബോധമാകുന്ന കണ്ണ്, അഗ്നിയാകുന്ന കണ്ണ്, സൂര്യനാകുന്ന കണ്ണ്, ജ്ഞാനമാകുന്ന കണ്ണ്, ആ ജ്ഞാനാഗ്നി കണ്ണിനെയാണ് ഇവിടെ തിരുമൂലദേവൻ സൂചിപ്പിക്കുന്നത്. ജ്ഞാനമാകുന്ന അഗ്നി ഹൃദയത്തിൽ ജ്വലിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരില്ല. വെളിച്ചം, ആത്മീയ വെളിച്ചത്തിൽ, ആത്മസൂര്യൻ്റെ പ്രകാശത്തിൽ മുങ്ങി നമുക്ക് ശിവലോകത്ത് ജീവിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ശിവലോകം സൃഷ്ടിക്കാൻ കഴിയും. ആ ശിവലോകം സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ ജ്ഞാനമാകുന്ന അഗ്നിനേത്രം തുറക്കണം. തിരുവണ്ണാമലയെ പറ്റി പറയുന്നത് അഗ്നിശൈലം എന്നാണ്. രമണ മഹർഷി എപ്പോഴും പറയുന്നുണ്ട്, അഗ്നിശൈലമാണ് തിരുവണ്ണാമല എന്ന് രമണ മഹർഷി എപ്പോഴും പറയാറുണ്ട്. ആ മല തന്നെ പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ തന്നെ ആ വെളിച്ചം മാത്രമേ ആയിട്ട്, ആ കണ്ണ് മാത്രമായിട്ട്, ആ ജ്ഞാനാഗ്നി മാത്രമായി ജീവിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അരുണാചല സ്തുതികളിൽ പലപ്പോഴും ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. അരുണാചലം എന്നെ പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ആ വെളിച്ചത്തിൽ, ആ അഗ്നിനേത്രത്തിൽ, ആ അഗ്നിശൈലത്തിൽ ഞാൻ അലിഞ്ഞലിഞ്ഞ് ചേർന്നു എന്നാണ് രമണ ഭഗവാൻ ചില ഗീതങ്ങളിൽ പാടുന്നത്. ഇത് തന്നെയാണ് എല്ലാ മഹായോഗികളും പറയുന്നത്. ദേ നോക്കൂ, അത് കഴിഞ്ഞിട്ടുള്ള പാടലും നോക്കൂ. താനേ സൃഷ്ടിച്ച് പോരും, പാലിച്ച് പോരും, താനേ താനേ അഴിച്ചു പോരും, താനേ മറച്ചു പോരും, താനെല്ലാം ചെയ്യും, ഒന്നും ചെയ്യാതിരിക്കും, മുക്തി താനേ കൊടുക്കും, ചെന്ന് വാങ്ങിയിടും, ഏവനും ആകും. അപ്പോൾ ശിവൻ്റെ പഞ്ചവൃത്തികളെ പറ്റി പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, പിന്നെ അതേപോലെ തന്നെ ഈശ്വര പ്രസാദം. അങ്ങനെയുള്ള 5 ഗുണങ്ങൾ ചേർന്നവനാണ്, പഞ്ചകർമ്മങ്ങൾ ചേർന്നവനാണ് ശിവൻ. സൃഷ്ടിസ്ഥിതി സംഹാരവും തിരോഭാവവും അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹവും നൽകുന്നവനാണ് ശിവൻ. അനുഗ്രഹം ആണ് ഈ മൂന്നാം കണ്ണ് തുറക്കാനുള്ള അവസരം സാധകന് ലഭിക്കുന്നത്. ശിവൻ്റെ അനുഗ്രഹം കിട്ടിയാൽ ഈ മൂന്നാം കണ്ണ്, ഈ അഗ്നിനേത്രം തുറക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലുണ്ട് ഈ അഗ്നിനേത്രം, പക്ഷേ ആ അഗ്നിനേത്രം അടഞ്ഞു കിടക്കുകയാണ്. ആ അടഞ്ഞു കിടക്കുന്ന അഗ്നിനേത്രത്തെ ഉണർത്തിയാൽ മാത്രം മതി. ശിവബോധത്താൽ ഉണരുമ്പോൾ ഉള്ളിലെ മൂന്നാം കണ്ണ് തെളിഞ്ഞു കിട്ടും, ഈ അഗ്നിനേത്രം തുറന്നു കിട്ടും. ഇത് ശരിക്കും വളരെ രസകരമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ചിദാകാശ ഗീതയിൽ നിത്യാനന്ദ ഭഗവാൻ അത് ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. ഇതാ ഞാനത് വായിക്കാം. അതായത് ഒരു തീപ്പെട്ടിയുടെ കോല എവിടെയാണ് ഉരയ്ക്കേണ്ടത്? ആ മരുന്നുള്ള സ്ഥലത്താണ് ഉരയ്ക്കേണ്ടത്. അങ്ങനെ വേണ്ട സ്ഥാനത്ത് ആ തീപ്പെട്ടിക്കോൽ ഉരയ്ക്കുമ്പോൾ
അഗ്നി ഉണ്ടാകുന്നു. അതേപോലെ നമ്മുടെ മനസ്സിൽ ആ മരുന്ന് ഉള്ളിടത്ത് ഈ ബോധത്തെ ഉരയ്ക്കുമ്പോൾ അവിടെ ഈ മൂന്നാം കണ്ണ് പ്രകാശിക്കുന്നു എന്നാണ് നിത്യാനന്ദ ഭഗവാൻ പറയുന്നത്. അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗം വായിക്കാം. 5 വയസ്സായ കുട്ടിക്ക് പോലും ഈശ്വരനുണ്ടെന്നറിയാം, പക്ഷേ ഈശ്വരൻ എവിടെയാണെന്ന് അറിയില്ല. സൂര്യൻ എല്ലാവരെയും കാണുന്നു, എന്നാൽ വളരെ ചുരുക്കം പേർ മാത്രമേ സൂര്യനെ കാണുന്നുള്ളൂ. ലോകത്തിൽ 3/4 ജനങ്ങൾക്കും മൃഗങ്ങളെപ്പോലെ ഭോഗസുഖത്തിലാണ് ജീവിക്കാനാണ് താല്പര്യം. ആസക്തിയാണ് അവരുടെ പ്രധാനപ്പെട്ട വികാരം. ഇതാണ് നിത്യാനന്ദ ഭഗവാൻ പറയുന്നത്. അതായത് ശിശുക്കൾക്ക് പോലും ഈശ്വരൻ ഉണ്ടെന്നറിയാം, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഈ കാണാൻ പറ്റണമെങ്കിൽ ഈ അഗ്നിനേത്രം തുറന്നു കിട്ടണം. വിവേകാനന്ദ സ്വാമികൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നൊരു ഭാഗമുണ്ട്. ഒരു ഈശ്വരനെ ആരായുന്നത് എന്തുകൊണ്ട്? ആ ഭാവം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ. നിങ്ങളുടെ സ്വയം ഹൃദയമാണ് സ്പർശിച്ചിരുന്നത്, അത് നിങ്ങൾ അറിഞ്ഞില്ല. അത് എന്തോ പുറമേ ഒന്ന് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ നിങ്ങളെ ഈശ്വരാന്വേഷണത്തിനും ഈശ്വര സാക്ഷാത്കാരത്തിനും പ്രേരിപ്പിക്കുന്നു. അതനുസരിച്ച് നിങ്ങൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം തേടി തിരിഞ്ഞ് കഷ്ടപ്പെടുന്നു. ഒടുക്കം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന സൂര്യനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ ആരെ കാണുവാൻ ജഗത്തിൽ മുഴുവൻ അന്വേഷിച്ചുവോ ആ ഈശ്വരൻ നിങ്ങൾക്ക് അത്യന്തം അടുത്തിരിക്കുന്നതിനും ഹൃദയവാസിയാണെന്നും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. ഇതുതന്നെയാണ് എല്ലാ യോഗിവര്യന്മാരും പറയുന്നത്. സ്വാമി രാമതീർത്ഥർ പറയുന്നത് തന്നെയാണ്. ആത്മീയ സുഖത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഈ മൂന്നാം കണ്ണ് തുറന്നു കിട്ടും എന്ന് അദ്ദേഹവും പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ്. അല്ലയോ അർജുന, യന്ത്രത്തിന്മേൽ ഏറ്റപ്പെട്ട വസ്തുക്കളെ പോലെ സർവപ്രാണികളെയും നിജശക്തിയാൽ തത്തൽ കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ സകല പ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യാഗ്നിയെ കാണണമെങ്കിൽ അത് ശിവസാധന കൊണ്ടല്ലാതെ മറ്റു മാർഗം കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ തിരുമൂലദേവൻ പറയുന്നത് ശിവസാധനയുടെ അവസാനം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശിവബോധം ഉണരുകയും അങ്ങനെ അഗ്നിനേത്രം, ഉള്ളിലെ അഗ്നിനേത്രം ജ്ഞാനാഗ്നി ജ്വലിക്കുകയും ചെയ്യും. ആ ജ്ഞാനാഗ്നിയിൽ എല്ലാ കർമ്മവിനകളും ഒടുങ്ങും. അതോടെ ശിവസായുജ്യം, ശിവവെളിച്ചം, ശിവ ഒളി, ശിവപ്രകാശം നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഇത് ലോകത്തിൽ അപൂർവം പേർക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. സാധാരണ നമ്മൾ ബാഹ്യചക്ഷുസ് എന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് നിറഞ്ഞ കണ്ണാണ്, വെളിച്ചം നിറഞ്ഞ കണ്ണാണ് നമുക്ക് വേണ്ടത്. അഗ്നിശൈലത്തിലാണ് നാം ചെന്നെത്തേണ്ടത്. ആ അഗ്നിശൈലമാകുന്ന ആ അരുണാചലത്തിലെത്തണമെങ്കിൽ നമ്മുടെ ഹൃദയവാസിയായ ശിവനെ സാക്ഷാത്കരിക്കുക തന്നെ വേണം എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. നോക്കൂ, താനേ സൃഷ്ടിച്ച് പോരും, പാലിച്ചു പോരും, താനേ അഴിച്ചു പോരും, താനേ മറച്ചു പോരും, താനെല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതുമെല്ലാം ശിവഭഗവാനാണ്. താനേ കൊടുക്കും, ചെന്ന് വാങ്ങിയിടും. ഇതെല്ലാം ശിവഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇത് തന്നെയാണ് രാമകൃഷ്ണ പരമഹംസരും പറയുന്നത്. നമ്മൾ ഒരു യന്ത്രമാണ്, യന്ത്രി ഭഗവാനാണ്.
ആ ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് നാം ഓരോന്ന് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. അപ്പോൾ ഇതാണ് തിരുമൂലദേവനും ഇവിടെ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.